നമസ്കാരം. 10 വർഷം നീണ്ട പിണറായി ഭരണത്തിനെതിരെയുള്ള ജനവിധി പൂർത്തിയായിട്ട് 2.5 മാസം പിന്നിട്ടിരിക്കുന്നു. ജനവിധി പുറത്തു വന്നിട്ട് 1.5 മാസവും പിന്നിട്ടു. 10 വർഷം ചക്രവർത്തിയെപ്പോലെ ഭരിച്ച പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും ഇന്നും ദുരിതഭൂമിയിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ തോൽവിയും പരാജയവും ഒക്കെ പതിവാണെങ്കിലും സ്വന്തം പാർട്ടിക്കാർ കൂടി രംഗത്തിറങ്ങി ഒരു സർക്കാരിനെ പുറത്താക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായാണ്. ആ തിരിച്ചടിയുടെ ആഘാതം CPM-ന് ഇതുവരെ മാറിയിട്ടില്ല. പാർട്ടി നേതാക്കൾ മാറി മാറി കുമ്പസരിച്ചിട്ടൊന്നും അണികൾക്ക് പോലും പിടികിട്ടുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന പല തോന്നിയാസങ്ങളും ഇപ്പോൾ പതിയെ പതിയെ പുറത്തു വരുന്നു. CPM-ന് നിലം തൊടാനാവാത്ത സ്ഥിതിവിശേഷം ഓരോ ദിവസവും സംജാതമാകുന്നു. പിണറായി എന്ന രാജാവിനെ എഴുന്നള്ളിക്കുന്നതിൻ്റെ ഭാഗമായി വഴിയരികിൽ നിന്ന പാവപ്പെട്ട മനുഷ്യരെ തല്ലിച്ചതയ്ക്കുകയും ഹെൽമറ്റ് കൊണ്ട് അവരുടെ തല പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത ആ ഭീകരതയ്ക്ക് രക്ഷാപ്രവർത്തനം എന്നായിരുന്നു വിജയൻ പേരിട്ടത്. ആ രക്ഷാപ്രവർത്തനം നടത്തിയ 4 പോലീസുകാർ ഇന്ന് തൊഴിൽ നഷ്ടപ്പെടും എന്ന് ഭയന്ന് നെട്ടോട്ടത്തിലാണ്. ഇതേ പിണറായിസ്റ്റ് ഭീകരതയുടെ മറ്റൊരു രൂപമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. CPIM മുൻകൂട്ടി കാണുന്ന പാർട്ടിയാണ്. തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും ഗുണ്ടായിസവും കൊലപാതകവും ഒക്കെ ശീലമാക്കി ഭരണമുറപ്പിച്ച് മുമ്പോട്ട് പോകുന്ന CPM വളരെയധികം മുമ്പോട്ട് കണ്ട് കാര്യങ്ങൾ നീക്കുന്ന പാർട്ടിയാണ്. ഭാവിയിൽ കോൺഗ്രസിന് ഏറ്റവും അധികം തലവേദനയാകുന്ന 2 നേതാക്കളെ അവർ സ്കെച്ച് ചെയ്യുന്നു. ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും. രണ്ടുപേരും ഇപ്പോഴത്തെ അവസ്ഥയിൽ വളർന്നു പന്തലിച്ചാൽ CPM അസ്തമിച്ചു പോകുമെന്ന് അവർക്കുറപ്പായിരുന്നു. അതുകൊണ്ട് 2 നേതാക്കളുടെയും അടിവേര് മാന്തിക്കളയാൻ അവർ തീരുമാനിക്കുന്നു. ഒരു പരിധിവരെ അവർ വിജയിച്ചത് കയ്യിലിരിപ്പൽപ്പം മോശമായതുകൊണ്ട് ആ കെണിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലത്തേക്ക് വീണുപോയി. വ്യാജ പ്രചരണങ്ങളും ഊഹാപോഹങ്ങളുമൊക്കെയായി അവർ രംഗത്തിറങ്ങിയെങ്കിലും ഷാഫി പറമ്പിലിനെ അവർക്ക് കയ്യിൽ കിട്ടിയില്ല. അതിനിടയിലാണ് അവരുടെ അഭിമാന മത്സരമായി 2024 വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുന്നത്. ഇമേജിൻ്റെ തടവറയിൽ കഴിയുന്ന KK ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പിണറായി വിജയൻ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു എതിരാളി ഇല്ലാത്ത വിധത്തിൽ ശൈലജയെ ഡൽഹിക്ക് പറഞ്ഞയക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ശൈലജയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കാൻ പിണറായി തൻ്റെ ശിങ്കിടികൾക്ക് ഉത്തരവ് കൊടുത്തു. പക്ഷേ പിണറായിയും CPM-നെയും ഞെട്ടിച്ചുകൊണ്ട് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ മത്സരിക്കുകയാണ് CPM-ൻ്റെ അതികായിയെ നേരിടാൻ. അക്ഷരാർത്ഥത്തിൽ CPM ഞെട്ടിപ്പോയി. അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ വഴികളൊന്നുമില്ലാതായി. ഒടുവിൽ അവർക്ക് ശീലമായിരിക്കുന്ന കുത്തിത്തിരിപ്പും വർഗീയതയും കൈമുതലാക്കി രംഗത്ത് വന്നു. മരുമകൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ മുസ്ലിം പ്രമാണിമാരുടെ വീട് കയറി ഷാഫി പറമ്പിൽ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് പോലും മിണ്ടിയിട്ടില്ല തുടങ്ങിയ വ്യാജ പ്രചരണങ്ങളുമായി മുസ്ലിം വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഷാഫി പറമ്പിൽ അള്ളാഹുവിൻ്റെ ദീനാണ്, മറ്റേയാൾ കാഫീറാണ്, അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യണം എന്ന തരത്തിൽ UDF പ്രചരിപ്പിക്കുന്നു എന്ന വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി മുസ്ലിം വിരുദ്ധ വോട്ടുകൾ ശേഖരിക്കാനും ശ്രമിച്ചു. ശൈലജയുടെ മതമായിരുന്നു CPM-ൻ്റെ കുത്തിത്തിരിപ്പിൻ്റെ പിന്നിലെ തന്ത്രം. അതിനുവേണ്ടി അവർ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നു. ഷാഫി അള്ളാഹുവിൻ്റെ ദീനാണെന്നും അവൻ നമ്മുടെ ആളാണെന്നും അവനെ ജയിപ്പിക്കണം, മറുവശത്ത് നിൽക്കുന്നത് ഒരു കാഫീറാണെന്നും മറക്കരുത് എന്ന തരത്തിൽ UDF പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ടുമായി ഇവർ രംഗത്തെത്തുന്നു. സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേന്ന് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു. CPM വൃത്തങ്ങളൊക്കെ അതെടുത്ത് വെച്ചുകൊണ്ട് UDF-ൻ്റെ വർഗീയതയ്ക്കെതിരെ രംഗത്ത് വരുന്നു. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ്റെ ഭാര്യയും മുൻ MLA-യുമായ KK ലതിക ഇങ്ങനെയാണ് എന്ന് കുറിച്ചത്. എന്തൊരു വർഗീയതയാണോ ഇത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത്. വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ DYFI നേതാവ് A. റഹീം ഷാഫിയെ പൊളിറ്റിക്കൽ പോയിസൺ, രാഷ്ട്രീയ വിഷം, കൊടിയ വിഷം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് DYFI ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്. ഒരു സംശയവും വേണ്ട. ഈ ഷാഫി പറമ്പിൽ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ വർഗീയ പ്രചരണത്തിന് ആധികാരികത കിട്ടാൻ വേണ്ടി മുഹമ്മദ് കാസിം എന്ന ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെ പ്രതിയാക്കി കേസെടുത്തു. പിണറായി പറയുന്നത് അതേപടി ചെയ്യുന്ന പോലീസാണ്. പോലീസ് മുഹമ്മദ് കാസിമിനെ പ്രതിയാക്കിയതോടെ ഈ ആരോപണത്തിന് വിശ്വാസ്യതയും കൈവന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുപോയി. പക്ഷേ ആ കെണിയിൽ ജനങ്ങൾ വീണില്ല. ശൈലജ ടീച്ചർ 8 നിലയിൽ പൊട്ടി. ഷാഫി വീരേതിഹാസം സൃഷ്ടിച്ചു.
പക്ഷേ മുഹമ്മദ് കാസിം വെറുതെ ഇരുന്നില്ല. മുഹമ്മദ് കാസിം നിയമ പോരാട്ടം നടത്തി. ഹൈക്കോടതിയുടെ ഇടപെടലോടെ തൻ്റെ അറസ്റ്റ് തടഞ്ഞ ശേഷം ഇത് അന്വേഷിക്കണമെന്ന് മുഹമ്മദ് കാസിം ആവശ്യപ്പെട്ടത് തിരസ്കരിക്കാൻ കഴിയാതെ പോലീസിന് മുമ്പോട്ട് പോകേണ്ടി വന്നു. ഒടുവിൽ അന്വേഷണം ദ്രുതഗതിയിൽ മുമ്പോട്ട് നയിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി ഇതുണ്ടാക്കിയത് CPMകാരാണെന്ന്. റെഡ് എൻകൗണ്ടേഴ്സ് എന്നു പേരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായ റിബേഷ് രാമകൃഷ്ണനെയും മറ്റ് പല വാട്സാപ്പ് ഗ്രൂപ്പുകാരെയും വടകര സ്ക്വാഡ് എന്നു പേരുള്ള ഒരു ഗ്രൂപ്പിന്റെ അഡ്മിനായ ജിതിൻ ഭാസ്കറേയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്തു. കാര്യങ്ങളുടെ കിടപ്പ് പോലീസിന് പിടികിട്ടിയതോടെ റെഡ് വോളണ്ടിയേഴ്സ് എന്ന ഗ്രൂപ്പിൽ റിബേഷ് രാമകൃഷ്ണൻ പ്രചരിപ്പിച്ചു എങ്കിലും അത് നിർമ്മിച്ചത് ആരാണെന്ന് അറിയില്ല, എതിർഭാഗത്തു നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് തലയൂരി. എങ്ങനെയും ഇടതുപക്ഷത്തെ രക്ഷിക്കുക എന്ന പോലീസിന്റെ തന്ത്രമായിരുന്നു അവർ അവിടെ പരീക്ഷിച്ചത്. അതിനുശേഷം 2 വർഷത്തിലധികം മുമ്പോട്ട് പോയി. കാഫിർ സ്ക്രീൻഷോട്ട് കേസ് ഒരിടത്തും എത്തിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിമുടി CPMന് താളം തെറ്റി. കോഴിക്കോട്ടെ 13-ൽ 2 സീറ്റ് മാത്രം നഷ്ടപ്പെട്ടിരുന്ന LDFന് 13-ൽ 12 നഷ്ടപ്പെടുന്നു. UDF അധികാരത്തിലെത്തിയപ്പോൾ സ്ക്രീൻഷോട്ട് വിവാദം വീണ്ടും പൊങ്ങി വരുന്നു. രക്ഷാപ്രവർത്തന വിഷയത്തിൽ സംഭവിച്ചതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് വിഷയത്തിലും പുതിയ അന്വേഷണ സംഘം വരുന്നു. അന്വേഷണ സംഘത്തിന് അധികം സമയം മെനക്കെടേണ്ടി വന്നില്ല. എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ തെളിവുകളൊക്കെ മുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ കണ്ടെത്തിയ തെളിവുകൾ ആഴ്ചകൾ കൊണ്ട് അവർ പുറത്തെടുക്കുന്നു. യഥാർത്ഥത്തിൽ ആദ്യം പ്രചരിപ്പിച്ചത് റെഡ് വോളണ്ടിയേഴ്സിലെ റിബേഷ് രാമകൃഷ്ണൻ അല്ലെന്നും ശൈലജ ടീച്ചറിൻ്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊന്നായ വടകര സ്ക്വാഡിൻ്റെ അഡ്മിനായ ജിതിൻ ഭാസ്കർ ആണെന്നും കണ്ടെത്തുന്നു. ജിതിൻ ഭാസ്കറെ പിണറായിയുടെ കാലത്ത് പോലീസ് ചോദ്യം ചെയ്തതും കണ്ടെത്തിയതുമാണ്. പക്ഷെ ആ കാര്യം മറച്ചുവെച്ച് DYFI നേതാവ് റിബേഷ് മാത്രം പറഞ്ഞത് ജിതിൻ ഭാസ്കറിലേക്ക് അന്വേഷണം പോവാതിരിക്കാനാണ്. എന്നാൽ പുതിയ സംഘം കണ്ടെത്തുന്നു. ജിതിൻ ഭാസ്കറെ ചോദ്യം ചെയ്യാൻ വെളുപ്പിച്ച് അറസ്റ്റ് ചെയ്യുന്നു. വടകര സ്ക്വാഡിലാണ് ഇതാദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ നിന്ന് റെഡ് എൻകൗണ്ടറിലേക്കും റെഡ് ബറ്റാലിയനിലേക്കും അമ്പാടിമുക്ക് സഖാക്കളിലേക്കുമൊക്കെ പ്രചരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച മുഴുവൻ വഴികളും ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു, CPMൻ്റേതായിരുന്നു. ഇതിൽ യാതൊരു പങ്കും UDF ഉണ്ടായിരുന്നില്ല. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ചില UDFകാർ അത് ശരിയാണ് എന്ന് കരുതി പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ശരിയാണെന്ന് കരുതി പ്രചരിപ്പിച്ചതാണ്. അങ്ങനെയാണ് ജിതിൻ ഭാസ്കറെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. എന്നാൽ ജിതിൻ ഭാസ്കറിൽ ഇത് ഒതുങ്ങി നിൽക്കുന്നില്ല. ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ജിതിൻ ഭാസ്കറാണ് ഇത് നിർമ്മിച്ചതെന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല. മറ്റേതോ സംഘം നിർമ്മിച്ച് കൈമാറിയതാണെന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. ജിതിൻ ഭാസ്കറെ ചോദ്യം ചെയ്താൽ മാത്രമേ ആരാണിത് നിർമ്മിച്ച് കൈമാറിയതെന്ന് വ്യക്തമാവൂ. CPMൻ്റെ ഔദ്യോഗിക നേതാക്കൾ ഉൾപ്പെട്ട ഗൂഢാലോചന സംഘം തന്നെയാണ് ഇത് നിർമ്മിച്ചു കൊടുത്തത് എന്ന് വ്യക്തമാവുന്നു. കഴിഞ്ഞ 10 വർഷം CPMന് AKG സെൻറ്റർ കേന്ദ്രീകരിച്ചും മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചും ഇത്തരം സൈബർ വ്യാജ പ്രചരണങ്ങൾ നടത്താൻ പ്രത്യേക സംഘം പൊതുജനങ്ങളുടെ ഖജനാവിൽ നിന്നും പണം മുടക്കി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഓഫീസിലെയോ AKG സെൻറ്ററിലെയോ ബുദ്ധികേന്ദ്രങ്ങൾ രൂപം കൊടുത്ത് കൈമാറിയതായി കൂടാഴുകയില്ല. ആര് നിർമ്മിച്ചു, ആര് കൈമാറി, ആരൊക്കെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് അന്വേഷിക്കുകയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ വഴി. പോലീസ് അതിലേക്ക് തന്നെ നീങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ CPM നേതാക്കളും സൈബർ സഖാക്കളും UDFനെ ഇല്ലാതാക്കാനും CPMനെ മഹത്വവൽക്കരിക്കാനും ഉണ്ടാക്കിയെടുത്ത ഏറുപടക്കങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ തന്നെ ആസനത്തിലിരുന്ന് പൊട്ടുകയാണ്. ഈ ആസനം നീറിക്കൊണ്ട് അവർ നെട്ടോട്ടത്തിലാണ്. എവിടം വരെ ഓടും, ഏത് കിണറ്റിൽ ചെന്ന് ചാടും എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ.